പ്രിയ സുഹൃത്തുക്കളെ, ഒരു പകലിൻ്റെ സർവ്വശ്രേയസ്സും തൻ്റെ പ്രേയസി വസുന്ധരയ്ക്ക് വിളമ്പിക്കൊടുത്ത് ഒരിക്കൽ കൂടി തൻ്റെ തിരോധാനത്തിൻ്റെ അസ്തമയത്തിൻ്റെ അഗ്നിശോഭ സ്ഫുരിക്കുന്ന സൗന്ദര്യം വസുന്ധരയെ വാഗച്ചാർത്തണിയിപ്പിച്ചുകൊണ്ട് സവിതാവ് യാത്രയാവുന്ന ഈ സായാഹ്ന ത്രിസന്ധിയുടെ പൂമുഖപ്പടിവാതിക്കലേക്ക് സ്വാഗതം. ഇന്നിവിടെ കാവ്യഗന്ധർവൻ വയലാർ കയ്യെത്തും ദൂരത്ത് വിടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വിവാഹനാളിൻ്റെ ചിന്തകളാൽ ലജ്ജിച്ചു നിൽക്കുന്ന നാണപ്പൂങ്കടിയുടെ ഹൃദയസ്വപ്ന കവാടത്തിൽ വാക്കുകൾ അന്യമായിത്തീരുന്ന വികാരങ്ങളുടെ ആഴത്തിലെ നിശബ്ദതയിൽ പോലും പ്രണയത്തിൻ്റെ ആയിരമർത്ഥതലങ്ങൾ വിരിയിപ്പിക്കുന്ന ഏകാന്തതയിലേക്ക് കവി നമ്മളെ ഈ ഗാനത്തിൻ്റെ വരികൾ കൂടി യാത്രയാക്കുകയാണ്. 1967 1967 വർഷങ്ങൾക്ക് മുമ്പ് അശ്വമേധം എന്ന ചിത്രത്തിൽ ദേവരാജൻ മാസ്റ്റർ ഈണം നൽകി പി സുശീല ആലപിച്ച ഗാനമാണ്. പെൺകുട്ടിയുടെ വിവാഹത്തിന് തൊട്ടു മുൻപുള്ള 7 രാവുകളിൽ അവൾ അനുഭവിച്ച ഏകാന്തതയും മനസ്സിനലട്ടിയ വികാരങ്ങളും സ്വപ്നങ്ങളും നിറഞ്ഞ പെണ്ണിൻ്റെ മാനസിക അവസ്ഥയാണ് ഈ ഗാനത്തിൻ്റെ പശ്ചാത്തലം. ഈ ചിത്രത്തിൽ നായികയുടെ പേര് സരോജം എന്നാണ്. അപ്പോൾ സരോജം എന്ന നായികയായിട്ട് വേഷമിട്ടിരിക്കുന്നത് നമുക്കറിയാം, മലയാള സിനിമയിലെ ഈ ഭൂമിയിലെ അപ്സരസ് എന്ന് വിളിക്കാവുന്ന ഷീലയാണ്. ഈ രംഗവും ഈ ഗാനം പാടുമ്പോഴൊക്കെ ഷീല അതിമനോഹരമായിട്ട് ഭാവാഭിനയത്തിൽ കൂടി അത് ഗംഭീരമാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഗാനത്തിൻ്റെ പല്ലവിയിലേക്ക് ചൂടുവയ്ക്കാം. ഈ ആസന്നമായ വളരെ അടുത്തും തന്നെ വരുന്ന മംഗല്യത്തിൻ്റെ പടിവാതിക്കൽ മിഴിവാർന്ന സ്വപ്നങ്ങളുമായി വന്നു ചേരുന്ന 7 യാമങ്ങൾ കൺമുന്നിൽ തെളിയുകയാണ്. എന്താണത്? 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ. പെണ്ണിന് സുന്ദര രാത്രികൾ നൽകിയ ഏകാന്തതയിൽ. എന്താണ് ഏകാന്തത? ശബ്ദകോലാഹലങ്ങൾക്ക് വിരാമമിടുന്ന വേളയിൽ അവളുടെ മോഹങ്ങളാൽ പൂത്തു നിൽക്കുന്ന അംഗലാവണ്യം തരളിതമാകുമ്പോൾ, അതാണ് അടുത്തതിന് പറയണത്. വികാരതരളിത ഗാത്രികൾ, വിവാഹപൂർവ രാത്രികൾ, ഇനി 7 സുന്ദര രാത്രികൾ. കണ്ട, ശബ്ദകോലാഹലങ്ങൾക്ക് വിരാമിടുന്ന വേളയിൽ അവളുടെ മോഹങ്ങൾ പൂത്തു നിൽക്കുന്ന അങ്കലാവണ്യം തരളിതമാകുമ്പോൾ അവൾ കണ്ട 2 തളിരിട്ട കിനാക്കളിൽ വയലാറിൻ്റെ സ്വർണ്ണച്ചിറകുള്ള ഭാസ്വര ഭാവന ചിറകടിച്ച് അനുപല്ലവിയിലും ചരണത്തിലും കൂടി കടന്നു പോവുകയാണ് നമ്മളിനി. അതാണ് അനുപല്ലവിയും ചരണവും. നമുക്ക് നോക്കാം അനുപല്ലവി. മാനസരസിൽ പറന്നിറങ്ങിയ. കണ്ടോ, മാനസരസ്. ഈ മനസ്സെങ്ങനെ സരസായിട്ട് മാറുന്നതല്ലേ? ഇപ്പം പെണ്ണിൻ്റെ മനസ്സാകുന്ന സരസ്. ഈ മനസ്സ് സരസ് ആയിട്ട് മാറണമെങ്കിൽ മനസ്സ് ശുദ്ധവും പ്രശാന്തവും ശാന്തവുമാകണം. അപ്പോഴാണ് ഈ മനസ്സ് നല്ല മനോഹരമായ സരസ്സായിട്ട് മാറുന്നത്. അങ്ങനെ മാനസരസിൽ പറന്നിറങ്ങിയ മരാള കന്യകളെ, മനോഹരാംഗികളെ. അപ്പോൾ മനസ്സ് സരസായിട്ട് മാറുമ്പോൾ എത്തിച്ചേരുന്ന ആരാണ്? മരാളങ്ങളാണ്. ആരാണ് മരാളങ്ങൾ? ഹംസങ്ങളാണ് അല്ലേ? ഹംസങ്ങളിങ്ങനെ പറന്നു വന്ന് അവിടെ വിഹരിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ മനസ്സിൻ്റെ സരസിൽ. എന്ത് രസമായിട്ടുള്ള ഭാവനയല്ലേ! അപ്പോൾ അവിടെ ആത്മാവിൻ്റെയും വിശുദ്ധ വികാരങ്ങളുടെയും ഭാവത്തെയാണ് ഇവിടെ മരാള കന്യകളായിട്ട് കവി കാണിക്കുന്നത്. അങ്ങനെയുള്ള എത്തിച്ചേർന്ന ഇത് അത് അവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്. അവിടെ മനോഹര അവയവ ഭംഗിയുള്ള ഹംസങ്ങളാണ്. എത്തിച്ചേർന്ന ഹംസങ്ങളൊക്കെ
മനോഹരാംഗികളാണ്. മനോഹര അവയവ ഭംഗിയുള്ള ഹംസങ്ങളോട് പറയാണ്, നിങ്ങളുടെ പവിഴ ചുണ്ടിൽ നിന്നൊരു മംഗളപത്രമെനിക്കു തരൂ. കണ്ടോ, നിങ്ങളുടെ പവിഴ ചുണ്ടിൽ നിന്ന് വിവാഹാശംസകളുടെ മംഗളപത്രം നൽകി ആശീർവദിക്കാൻ പെൺകുട്ടി ഈ മരാള കന്യകമാരോട് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് പകരമോ, ഈ പൂ ഇത്തിരി പൂ പകരമീ പൂ തരാം. പകരം ഞാൻ എൻ്റെ സ്നേഹവും എൻ്റെ സൗഹൃദവും ഞാൻ തിരിച്ചു തരാം എന്ന് പെൺകുട്ടി പറയണം അല്ലേ. ഈ പൂ ഇത്തിരി പൂ പകരം ഈ പൂ തരാം. നോക്കൂ, എത്ര മനോഹരമായാണ് വിവാഹ പന്തലിലേക്ക് എത്തിച്ചേരേണ്ട പെണ്ണിൻ്റെ മനസ്സിൻ്റെ സങ്കല്പങ്ങളെ കവി ഭാവാത്മകമായി വർണ്ണിക്കുന്നത്. വിവാഹം മുൻപേയുള്ള യാമങ്ങൾ ഏത് പെണ്ണിൻ്റെയും മനസ്സ് വിവിധ സ്വരരാഗത്താളയങ്ങളിൽ മുഴുകിയിട്ടുണ്ടായിരിക്കും. അത് എല്ലാ പെൺകുട്ടികളിലും അനുഭവപ്പെടുന്ന വികാരങ്ങൾ തന്നെയാണ്. നമ്മളിപ്പോൾ ചരണത്തിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ വികാരങ്ങൾ പീലി വിടർത്തി നിൽക്കുന്ന പെണ്ണിൻ്റെ മനസ്സ് പകൽ കണ്ട കിനാവനെ ലളിതമധുരമായി പകൽ കണ്ട കിനാവനെ ലളിതമധുരമായി കവി വർണ്ണിക്കുന്നത് ഒന്ന് കേൾക്കണ്ടേ? നമുക്ക് നോക്കാം അങ്ങനെയാണെന്നല്ലേ. വാസര സ്വപ്നം ചിറകുകൾ നൽകിയ വസന്ത ദൂതികളെ വിരുന്നോ കാരികളെ. വാസര സ്വപ്നമാണ്. എന്താണ് ഈ വാസര സ്വപ്നം? പകൽ കണ്ട സ്വപ്നം. വാസരം പകലാണ്. അപ്പോൾ ഈ പകൽ കണ്ട സ്വപ്നമാണ് വാസര സ്വപ്നം. അപ്പോൾ അവിടെ അന്ന് പകൽ കണ്ട എന്നിലെ പകൽ സ്വപ്നം വിരുന്നുകാരികളെ പോലെ വസന്തത്തിൻ്റെ സന്ദേശവാഹകരായി എത്തിയിരിക്കുന്നു. അപ്പോൾ വസന്തം എത്തിയിരിക്കുകയാണ്. ആരെപ്പോലെ? വിരുന്നുകാരെപ്പോലെ. ഈ പകൽ ഈ കുട്ടി സ്വപ്നം കാണുകയാണ് വസന്തം, ഒരു ഋതുകാല ഭേദമാണ് വസന്തം. ആ വസന്തം എത്തിയിരിക്കുകയാണ് സന്ദേശവാഹകരായിട്ട്. ഈ വസന്ത കന്യകമാർക്ക് ചിറകുകൾ നൽകിയിരിക്കുകയാണ് പെൺകുട്ടിയുടെ സ്വപ്നം അല്ലേ. എന്നിട്ടോ ഈ വർഷത്തിൽ ആകാശത്ത് നിന്നും വസുന്ധരയിലേക്ക് മാസത്തിൽ 2 മാസത്തിൽ ഒരിക്കൽ വന്നെത്തുന്ന വിവിധ ഋതുകാലഭേദങ്ങളെ നാം ആരും ശ്രദ്ധിക്കാതെ പോവാറുണ്ട്. വസന്ത ഋതുവാണെങ്കിൽ പൂത്തുലയുന്ന പ്രകൃതിയെ കാണാൻ പറ്റും. കണിക്കുന്നകൾ മഞ്ഞപ്പട്ടുടുത്ത് പൂത്തുലയുന്ന ആ സമയത്താണ്. മാവുകൾ പൂക്കുന്നു, മാവുകൾ തളിരിടുന്നു, കുയിലുകൾ മധുരമായി കൂവുന്നു, പൂമ്പാറ്റുകളും വണ്ടുകളും സജീവമായി മാറുന്നു. ഈ സമയത്ത് വസന്തം വന്നു കയറുമ്പോൾ വസുന്ധര കണ്ണെഴുതി പൊട്ടുതൊട്ട് കുറേ കൂടി മനോഹരിയായിട്ട് മാറുന്ന കാഴ്ച കാണാൻ പറ്റും. ഇനി നമ്മൾ കുറച്ച് 2 മിനിറ്റ് ഈ ഋതുഭേദ കാലങ്ങളെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ ചരണത്തിലേക്ക് എത്തും കേട്ടോ. ഈ ഭൂമിയിലേക്ക് വിരുന്നുകാരികളെ പോലെ എത്തിച്ചേരുന്ന ഋതുകാല ഭേദങ്ങൾ ഭൂമിയിലെ ആവാസ വ്യവസ്ഥിതിയെ സംരക്ഷിക്കുകയാണ്. ഇതാരും അറിയുന്നില്ലെന്നുള്ള സത്യം അല്ലേ. ഒരിക്കൽ നമുക്ക് ഫോട്ടോ കോപ്പി എടുക്കാൻ അവസരം നൽകിയതും സൂര്യപ്രകാശത്താൽ വൈദ്യുതി ഉണ്ടാക്കുന്നതിനും ഭൂമിയിൽ എവിടെ പോകാനും ലൊക്കേഷൻ പറഞ്ഞു തരുന്നതിനും കാരകത്വം വഹിച്ച പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ, അദ്ദേഹം പ്രകൃതിയുടെ ഈ മറഞ്ഞിരിക്കുന്ന രഹസ്യഭാവങ്ങളെ എന്തു ചെയ്തു? ആ രഹസ്യങ്ങളെ മുഴുവൻ ചോർത്തിയെടുത്ത വില്ലനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ലേ. ആ പ്രകൃതിയിൽ മറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ, ഒരു നിഗൂഢഭാവങ്ങളെയൊക്കെ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ത് ചെയ്തു? അതിനിങ്ങോട്ട് പകർന്നെടുത്തു അല്ലേ. അദ്ദേഹം ഒരിക്കൽ പറയാണ്, അദ്ദേഹം പറഞ്ഞ് ഓർത്തു പോവുകയാണ് നമ്മൾ, പ്രകൃതി എന്ന അത്ഭുത പ്രതിഭാസം എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞത്. ആ പ്രതിഭാസം നോക്കി നിൽക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംതൃപ്തിയാണ് എനിക്ക് എന്നും. കാരണം എന്നും എപ്പോഴും ചേർച്ചയോടുകൂടി അത്രയ്ക്ക് പാരസ്പര്യത്തോടെ സൗഹാർദ്ദപരമായി ഒത്തൊരുമയോടുകൂടി ആരുടെയും ബാഹ്യ നിയന്ത്രണങ്ങളില്ലാതെ പോകുന്ന പ്രകൃതി
എൻ്റെ മിഴികൾക്ക് എന്നും അത്ഭുതമാണെന്ന്. കണ്ടോ? ആരാ പറഞ്ഞത്? ലോകത്തിൽ എന്നും അല്ലേ സ്വർണ്ണലിപികളായി എഴുതപ്പെട്ടിരിക്കുന്ന ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ലേ, അദ്ദേഹം പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും വരുന്നു ചരണത്തിലേക്ക്. ഇവിടെ സന്ദേശവാഹകരെ എത്തിയ വസന്ത കന്യകമാരോട് പെൺകുട്ടി ആവശ്യപ്പെടുകയാണ്. എന്താണ് ആവശ്യപ്പെട്ടത്? നിങ്ങളുടെ സ്വർണ്ണ തളികയിൽ നിന്നൊരു സംഗമദീപമെനിക്കു തരൂ. അവിടെ ഈ പെൺകുട്ടി എന്തൊരു സ്നേഹ പാരവശ്യമാണ്. 7 ദിവസം കഴിയുമ്പോൾ വിവാഹത്തിനാകാൻ പോകുന്ന ആ ഒരു ചെറുപ്പക്കാരന് കാണിക്കണം. നോക്കൂ എന്താ പറയണത്? നിങ്ങളുടെ സ്വർണ്ണത്താൽ നിർമ്മിച്ചിരിക്കുന്ന തളികയിൽ ഞങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട്, ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും എൻ്റെ പ്രിയനും അല്ലേ, പ്രതിനിധീകരിച്ചുകൊണ്ട് 2 ദീപത്തെ പ്രകാശിപ്പിച്ച് അത് ഒരു ജ്വാലയായി നിൽക്കുന്ന സംഗമദീപം നൽകാൻ പെണ്ണ് ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ അവരെന്താ ചെയ്യണത്? രണ്ട് ഒന്നായിട്ട് തന്നെ മാറുവാനുള്ള സ്വപ്നം കാണുകയായി അവരല്ലേ. അതിന് പകരം ഞാൻ എന്ത് തരാമെന്ന് പറയണേ? ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ, എന്താണ് രസകരമായെന്ന് നോക്കൂ. ഇവിടെ വിവാഹത്തിന് മുൻപേ തന്നെ തൻ്റെ പ്രിയനിലേക്ക് അലിഞ്ഞു ചേർന്ന് ഒന്നായി തീരാനുള്ള മോഹത്തിൻ്റെ പ്രകടനമല്ലേ ആ പെൺകുട്ടി കാണിക്കുന്നത്. ഒരു ജ്വാലയായി ജ്വലിച്ചു നിൽക്കുന്ന ദീപം നൽകാൻ വസന്തദൂതിനോട് ആ പെൺകുട്ടി ആവശ്യപ്പെടണല്ലേ. എത്ര മനോഹരമാണല്ലോ. ഇപ്പോൾ തന്നെ ആ പെൺകുട്ടി ചേർത്ത് കഴിഞ്ഞു, തന്നോട് തന്നെ ചേർത്ത് വെച്ച് കഴിഞ്ഞു താൻ നാളെ വിവാഹം കഴിക്കാൻ പോണ തൻ്റെ പ്രിയനെ. ഇതൊരു മനോഹരമല്ലേ. പകരം ഞാൻ എന്ത് ചെയ്യാന്ന് പറയണേ? ഈ പൂ ഇത്തിരി പൂ പകരമീ പൂ തരാം. പകരം ഞാൻ എൻ്റെ സ്നേഹം, എൻ്റെ സൗഹാർദ്ദം അല്ലേ, ഇതെല്ലാം തിരിച്ചു തരാമെന്ന് പറയുമ്പോൾ എന്ത് രസമാണല്ലേ. അങ്ങനെ എത്ര മനോഹരമായാണ് പെണ്ണിൻ്റെ മോഹന ചിന്തകളെ കവി പരിസമാപ്തിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ കാവ്യ വിരുന്നിന് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഈ ഗാനമൊന്ന് ആലപിക്കട്ടെ, ശ്രദ്ധിക്കണേ പ്ലീസ്. 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാരതരളിത രാത്രികൾ, വിവാഹപൂർവ രാത്രികൾ, ഇനി 7 സുന്ദര രാത്രികൾ. മാനസ സരസിൽ പറന്നിറങ്ങിയ മരാള കന്യകളെ, മനോഹരാംഗികളെ, മാനസ സരസിൽ പറന്നിറങ്ങിയ മരാള കന്യകളെ, മനോഹരാംഗികളെ, നിങ്ങളുടെ പവിഴ ചുണ്ടിൽ നിന്നൊരു മംഗളപത്രമെനിക്കു തരൂ. നിങ്ങളുടെ പവിഴ ചുണ്ടിൽ നിന്നൊരു മംഗളപത്രമെനിക്കു തരൂ. ഈ പൂ ഇത്തിരി പൂ പകരമീ പൂ തരാം. 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാരതരളിത രാത്രികൾ, വിവാഹപൂർവ രാത്രികൾ, ഇനി 7 സുന്ദര രാത്രികൾ. ആശര സ്വപ്നം
ചിറകുകൾ നൽകിയ വസന്ത ദൂതികളെ വിരുന്നുകാരികളെ വാസര സ്വപ്നം ചിറകുകൾ നൽകിയ വസന്തദൂതികളെ വിരുന്നുകാരികളെ നിങ്ങളുടെ സ്വർണ്ണ തളികയിൽ നിന്നൊരു സംഗമദീപമെനിക്കു തരൂ. നിങ്ങളുടെ സ്വർണ്ണ തളികയിൽ നിന്നൊരു സംഗമദീപമെനിക്കു തരൂ. ഈ പൂ ഇത്തിരിപ്പൂ പകരമിപ്പൂ തരാം ഞാൻ. 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാരതരളിത രാത്രികൾ, വിവാഹപൂർവ രാത്രികൾ, ഇനി 7 സുന്ദര രാത്രികൾ. ഗുഡ് ബൈ.